ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു JDM എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു വണ്ടിയാണ്. പക്ഷേ ഇതിപ്പോൾ ഇത് JDM അല്ല, ഇതിപ്പോൾ KDM ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2010 മോഡല് ഹോണ്ട ജാസ് ആണ്. ഒരു ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ജാസാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 2010 മോഡല് ഹോണ്ട ജാസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 2010 ഹോണ്ട ജാസ് ഒക്കെ ഇത്രയ്ക്ക് ഭംഗിയുണ്ടോന്നൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം വെച്ചാൽ ഇത്ര നീറ്റായിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത്. കാരണം നമ്മുടെ നാട്ടിൽ നമ്മളെ കേരള, ഇന്ത്യ ഈ ഒരു രീതിയിൽ നമ്മളെ ഹോണ്ട ജാസ് അതും പഴയ മോഡൽ ഇങ്ങനെ മോഡിഫൈ ചെയ്ത് കണ്ടിട്ടില്ല. അതും കുറച്ച് റയറാണ് സംഭവം. പിന്നെ ഒന്നാമത് ഈ ഒരു വണ്ടി ഫാമിലി കാറായിട്ടാണ് പലരും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ മലപ്പുറംകാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും വണ്ടി പണിഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. അതാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ കാണുന്നതെന്ന് പറയും. അപ്പോൾ ഇത് പരിചയപ്പെടുത്തുന്നത് 2010 മോഡലാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു മോഡിഫൈഡ് ആണ്, ഫുള്ളി മോഡിഫൈഡ് ആണ് ഈ ഒരു വാഹനം. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കണ്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം. ഈ പെയിന്റിന്റെ കാര്യം എടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ഈ ഒരു വാഹനത്തിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് കളർ ചേഞ്ച് ആണ്. ആദ്യം ഒരു ബ്ലാക്ക് കളറിലായിരുന്നു ഈ വാഹനം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ചേഞ്ച് വരുത്തി നമ്മളെ ഈ ഒരു കളറിലായിട്ട് മാറ്റിയതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന്റെ അത്യാവശ്യം നല്ല മുന്നേ തന്നെ കളിച്ച് വന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളെ ഒരു 4-5 വർഷം മുന്നേ തന്നെ ഈ വണ്ടി നമ്മളെ ഈ ഒരു ഫീൽഡിലുണ്ട്, അല്ലെങ്കിൽ മോഡിഫൈഡ് മേഖലയിൽ ഈ ഒരു വണ്ടി ഉണ്ട്. ഈ സെയിം വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അന്ന് ഈ വണ്ടി ബ്ലാക്ക് കളറിൽ അലോയൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വർക്കോട് കൂടിയിട്ടായിരുന്നു ഈ വണ്ടി ഓടിയിരുന്നത്. പിന്നെ എന്തോ സംഭവിച്ചു, പിന്നെ വണ്ടി കാണാനില്ല. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു കംബാക്ക് ആയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതും ഫുള്ളി ചേഞ്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ആ ഒരു ബ്ലാക്കിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു ഗ്രീൻ കളറിലായിട്ട് ചേഞ്ച് വന്നു. അതേമാതിരി വീൽസ് മാറി. അന്ന് BBSന്റെ വീൽസ് ആയിരുന്നു. ഇപ്പോൾ ഒരു JDM സ്പെക്ക് വന്നിട്ടുള്ള ഒരു വീലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒട്ടനേകം മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ആ വണ്ടി ഒരു കംബാക്ക് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് മേക്കർ ആയിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഒരു ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ റൂഫ് കംപ്ലീറ്റ്ലി ആ ഒരു കളർ തന്നെ വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ പലരും ഗ്ലോസി ബ്ലാക്ക് ചെയ്യാറുണ്ട്, പക്ഷെ ഇതിൽ നമുക്ക് ബോഡി കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ഗ്ലാസ്സിലാണ് ഹൈലൈറ്റ്. കാരണം വെച്ചാൽ KDM ജാസ് ഫിറ്റ് എന്ന് കാണാൻ പറ്റും. KDM എന്നുള്ളത് നമ്മളെ JDM എന്നുള്ളതിന്റെ അനദർ വെർഷൻ ആണ്. KDM എന്നുള്ളത് കേരള ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്നാണ് നമ്മളെ JDMന്റെ ചേഞ്ച്, നമ്മളെ കേരള വേർഷൻ എന്ന് പറയും. പിന്നെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ ഒരു ബോണറ്റാണ്. നമ്മളെ ഇപ്പോൾ അധികം മോഡിഫൈഡ് വാഹനങ്ങളും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ബോണറ്റാണ്. ഈ ഒരു വാഹനത്തിലെ ഡിസൈനാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയാം. കാരണം നമുക്ക് പോപ്പപ്പ് ആയിട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഹുഡാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് ഹുഡ് പൊക്കിയിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കുന്ന സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അതൊരു ഷോ പർപ്പസിനാണ്, അല്ല റോഡിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ സംഭവം. കാരണം ഇതൊരു ഷോ പർപ്പസ് ഉള്ളി. കാരണം വണ്ടി നിർത്തിയിട്ടിട്ട് ചെയ്യുന്നതിന് ഈ ഒരു കാര്യം നടക്കുള്ളൂ, അല്ലാതെ പരിപാടിക്കില്ല. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് നമുക്ക് സ്റ്റോക്ക് ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ വണ്ടിയിൽ നമുക്ക് ഹെഡും ടൈലൊക്കെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. കാരണം വെച്ചാൽ പുറം രാജ്യങ്ങളിൽ നമുക്ക് അത്യാവശ്യം നല്ല ജാസ് മോഡിഫൈ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടം പോലെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റും ടൈലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടർ ആയിട്ട് നമുക്ക് ടൈലൈറ്റും ഹെഡ്ലൈറ്റും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന കസ്റ്റമൈസ്ഡ് പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റും. ഹെഡ്ലൈറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ എന്തായാലും സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൽ ഭാവിയിൽ നമുക്ക് എന്തായാലും ഇത് ചേഞ്ചസ് വരും. ഹെഡ്ലൈറ്റൊക്കെ ഇത് മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിലെ ലോഗോ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഗ്ലോസി ബ്ലാക്ക് മാറ്റിയതാണ് കേട്ടോ. ഗ്ലോസിയിലിട്ട് നമുക്ക് ഹോണ്ടയുടെ ലോഗോ ചേഞ്ചസ് വരുത്തിയതാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ഇന്റർകൂളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് സ്ക്വാഡ് 369 എന്ന് കാണാൻ പറ്റും. അത് ഇവരെ ഈ വണ്ടിയുടെ ഓണേഴ്സിൻ്റെ ഒരു ടീമാണ്, ഗ്യാങ് ആണ്. അപ്പോൾ അതിൻ്റെയാണ് സ്ക്വാഡ് 369 എന്ന് പറയുന്നത്. അതേമാതിരി ഫോഗ് ലാമ്പ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഫോഗ് ലാമ്പാണ്. അത് യെല്ലോ കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു ബോഡി കളറിന്റെ ഹൈലൈറ്റ് എടുത്ത് പറയുന്ന കാര്യം തന്നെയാണ്. ആ ലൈറ്റ് ആൻഡ് ഗ്രീൻ കളറാണ് ഈ ഒരു വാഹനത്തിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നല്ല രസമുണ്ട്. കാരണം നല്ല വെയിൽ വരുന്ന സമയത്ത് നല്ല തിളങ്ങി നിൽക്കുന്നുണ്ടെന്ന് പറയാം. ഭയങ്കര ഹൈലൈറ്റിംഗ് ആണ്. ഇപ്പോൾ ഒരു 4 വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ ഹേറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ ഈ ഒരു കളറാണ്. ഭയങ്കര ഹൈലൈറ്റിംഗ് ആണ്. ഈ റോഡ് പ്രസൻസ് ആയാലും ഭയങ്കര എടുത്ത് പറയാവുന്ന ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. ഈ സൈഡ് ഫെൻഡേഴ്സിലേട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഫെൻഡറൊക്കെ നമ്മളെ സ്റ്റോക്ക് തന്നെ വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു ക്ലീൻ സ്പെക്ക് മോഡിഫിക്കേഷൻ ആണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അതാണ് ഈ വാഹനത്തിൽ ഹൈലൈറ്റ് കേട്ടോ. കാരണം ഇത് ക്ലീൻ സ്പെക്ക് വർക്കുകളാണ് ഇതിൽ കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ ഓവർ ആയിട്ടുള്ള വർക്ക് ചളാക്കിയിട്ട് പരിപാടി ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വർക്ക് മാത്രമേ ഈ വാഹനത്തിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഫെൻഡർ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഫെൻഡർ ആണ്. അതിൽ നമുക്ക് ആ ഒരു ബോഡി കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സൈഡിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ആ ഒരു JDM വീൽസ് ആണ്. ഒരു 17 ഇഞ്ച് വീൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 205/45 17 ഇഞ്ച് ടയേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആ വീല് നല്ല ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിൽ. ഭയങ്കര മാച്ചിങ് ആണെന്ന് പറയാം. നല്ല രസമുള്ള സംഭവം വീല്. കാരണം ഇതിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ജനറേഷനിൽ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് BBSന്റെ വീലായിരുന്നു. സെക്കൻഡ് വരവിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് വീലിലേക്ക് ചേഞ്ച് വരുത്തിയതെന്ന് പറയാം. നല്ല ഹൈലൈറ്റിംഗ് ആണ്. നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു വീല്.
അതേപോലെ തന്നെ സൈഡിലായിട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് മിറർ ആണ്. ആ സ്റ്റോക്ക് മിററിൽ തന്നെ നമുക്ക് കാർബൺ ഫൈബർ ഡിപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഡിപ്പിംഗ് അല്ല, ഇത് സ്റ്റിക്കർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് ടിൻ്റാണ് ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു വണ്ടിയുടെ ആ ഒരു ഗ്രീൻ ബ്ലാക്ക് കളർ തീം അല്ലെങ്കിൽ ഒരു പാറ്റേൺ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് പറയാൻ. ഹൈലൈറ്റ് വരണമെങ്കിൽ നമുക്ക് ഒരു സൈഡ് സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ വണ്ടിക്ക് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് സംഭവം ചെയ്തിട്ടുള്ളത്. അത് ബോഡി കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് വരണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഡോർ ഹാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫീലിലൊക്കെ നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അതും ഭയങ്കര ഫിനിഷിംഗ് ഉണ്ട്. ഈ പെയിന്റ് വർക്ക് എടുത്ത് കയറുന്ന കാര്യം തന്നെയുണ്ട്. ഭയങ്കര ഗ്ലോസി തന്നെ, അതിൽ ഭയങ്കര ഫിനിഷിംഗ് ഉള്ള പെയിന്റിംഗ് ആണെന്ന് പറയാം. കാരണം വെച്ചാൽ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പല വണ്ടിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ പല വണ്ടിയിലും പല രീതിയിലുള്ള പെയിന്റുകളാണ് കണ്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ ചില വണ്ടിയിലൊക്കെ നമുക്ക് പഴയ വണ്ടിയിലൊക്കെ പെയിന്റ് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള പോരായ്മ നമുക്ക് ആ വണ്ടിയിൽ കാണാറുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെ യാതൊരു പോരായ്മ എനിക്ക് പറയാനില്ല. കാരണം വെച്ചാൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീനിലാണ് ആ ഒരു പെയിന്റിംഗ് വർക്ക് എടുത്തിട്ടുള്ളത് പറയാം. ഇനി റിയർ പോർഷനിലായിട്ട് വരികയാണെങ്കിൽ ആ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് വരാം. ഇങ്ങനെ സ്ലീക്കായിട്ട് വരുന്ന ഒരു ബോഡി ഷേപ്പ് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ബോഡി വന്നിട്ടുള്ളത്. അത് നല്ല രസമുണ്ട് കേട്ടോ. ബാക്ക് വരുമ്പോൾ ഭയങ്കര ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ഡിസൈനൊക്കെയാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഫ്രണ്ടിൽ നമുക്ക് ആ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തതിൽ നല്ല ഡിഫറെൻ്റ് ആവും ഫ്രണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. അത് എന്തായാലും വൈകാതെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യും ആ സംഭവം. അത് ബാക്കിലായിട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് ആ ടൈലൈറ്റിൻ്റെ ഒരു പോരായ്മ തോന്നുന്നില്ല. കാരണം വെച്ചാൽ അത് ബ്ലാക്ക് ഔട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് നല്ല ഹൈലൈറ്റിംഗ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് അല്ല ബാക്കിലെ വീൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ആ സെയിം 17 ഇഞ്ച് JDM വീൽസ് ആണ്, അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് വീൽസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. റിയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്സ് അല്ല, നമുക്ക് ഡ്രം ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. ആ ഡ്രം റെഡ് കളറിലായിട്ട് ചേഞ്ച് വരുത്തിയത് നമുക്ക് ആ ഒരു കളർ കാണാൻ പറ്റും. അതേപോലെ തന്നെ പറയാൻ വിട്ടുപോയി, നമുക്ക് 4 സസ്പെൻഷൻ നമുക്ക് ലോവറിംഗ് സ്പ്രിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വണ്ടി ലോവേർഡായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കൊണ്ടെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇത് എക്സ്ട്രീം ലോവറിംഗ് അല്ല, ഒരു നോർമലും അല്ല, എന്നാൽ എക്സ്ട്രീമും അല്ല. അതിൻ്റെ ഒരു സെൻട്രലിൽ നിൽക്കുന്ന രീതിയിലുള്ള ലോവറിംഗ് ആണ് ഈ വാങ്ങിച്ച് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. കാണിച്ചാൽ ആ ഒരു പക്കാ സ്ലീക്ക് ഡിസൈനാണ്. കാണിച്ചാൽ ഭയങ്കര രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക് വ്യൂ കാണാൻ. കാണിച്ചാൽ ഫ്രണ്ടിൽ കണ്ട പോലെയല്ല, സംതിങ് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഹൈലൈറ്റ് ഞാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ അവരെ പെയിൻറ്റ് ജോബിൻ്റെ കാര്യമാണ്. കാരണം വെച്ചാൽ ആ ഒരു ഗ്രീൻ ബ്ലാക്ക് കോംബോ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ പോലും നമുക്ക് ഇത് ഗ്ലോസിയിലായിട്ട് ചേഞ്ച് വരുത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് സ്ക്വാഡ് 369 എന്നുള്ളവർ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ബയോയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ബാക്കിൽ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കാർബൺ ഫൈബർ സ്റ്റിക്കർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ലോഗോ നോക്കുകയാണെങ്കിൽ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സ്ക്വാഡ് 369 കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ടൈലൈറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ടൈലൈറ്റ് ആണ്. അതിൽ നമുക്ക് ടിൻറ്റ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ടിൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഭയങ്കര ഹൈലൈറ്റിംഗ് ആണ്. ഇനി റിയറിലെ ഫെൻഡർ നോക്കുകയാണെങ്കിൽ ആ ഫെൻഡറിൽ നമുക്ക് ആ സൈഡിൽ നമുക്ക് ഒരു എയർ കർട്ടനൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതും കുറച്ച് ലോവറിങ് ചെയ്തുകൊണ്ട് അതിനൊരു ഭംഗിയുണ്ട് കേട്ടോ. കാരണം ചില ആ ബമ്പർ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ താഴ്ന്നിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫീൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിൽ ബമ്പറിലായിട്ട് നമുക്ക് 2 LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്കാനിങ് ലൈറ്റ്സ് ആണ്. ഒരു ടേണിംഗ് ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള സ്റ്റോപ്പ് ലൈറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് സ്ട്രൈറ്റ് പൈപ്പ് ആണ്. ബായ് ഹെഡറോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് പൈപ്പ് എക്സോസ്റ്റ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. വാൽവട്രോണിക് ഒന്നല്ല, ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള നല്ല സൗണ്ട് വരുന്ന രീതിയിലുള്ള എക്സോസ്റ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. നമുക്ക് ഇതിന്റെ എക്സോസ്റ്റ് ഒന്ന് കേൾക്കണ്ടേ. അപ്പോൾ ഇത് സ്ട്രൈറ്റ് പൈപ്പാണ്. ബായിൻ്റെ ഹെഡറോട് കൂടിയിട്ടുള്ള സ്ട്രൈറ്റ് പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാൽവ് ഒന്നല്ല, നോർമലാണ്. അപ്പോൾ നല്ല സൗണ്ടാണ്. അപ്പം കേൾപ്പിച്ചു തരാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ, ഇത് സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് റബ് ചെയ്താ. ഓക്കെ, ഇനി ഒന്ന് ഹാർഡായിട്ട് കൊടുത്താ. ഹാർഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വല്ലാതെ കൊടുക്കുന്നില്ല, നമ്മളൊരു വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു എക്സോ സിസ്റ്റം വന്നിട്ടുള്ളത് പറയാം. അപ്പോൾ ഈ വണ്ടിയുടെ മറ്റൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതിൻ്റെ ബൂട്ടിലുള്ള പരിപാടികളാണ്. കാരണം ഇതിൽ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ്. കാരണം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ്ലി വർക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, കണ്ടാ, ഇത് ഏകദേശം 1 ലക്ഷത്തോളം രൂപ വരുന്ന രീതിയിലുള്ള സൗണ്ട് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത്. അത് JBL സൗണ്ട് സിസ്റ്റം ആണ്. അത് JBL 1500 വാട്ട്സിന്റെ സബ് ഓഫർ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു കൺസോൾ കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു നല്ല രസമുണ്ട് കാണാൻ. വെച്ചാൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് കംപ്ലീറ്റ്ലി ഒരു അനദർ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറയാം.
ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്ക് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഭയങ്കര ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് മോഡലൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ലൈറ്റിന്റെ ഒരു ഹൈലൈറ്റും വേറെ തന്നെ ഉണ്ട്, നല്ല ഹൈലൈറ്റ് നിൽക്കുന്നുണ്ട് പറയാം. അതേപോലെ ഞാൻ പറഞ്ഞു JBL സബ് ഓഫറാണ്, അതേപോലെ എക്സ്പോർട്ടിന്റെ ഒരു ആമ്പൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മൾ സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ അത്ര കണ്ട് ഇതല്ല പരിചയം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൽ ഹൈലൈറ്റ് പറയാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നല്ല കോസ്റ്റ്ലി വർക്കാണ്. അപ്പോൾ ബാക്കി സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്പീക്കർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്റീരിയർ പോകുമ്പോൾ അതിനെ കുറിച്ച് പറഞ്ഞുതരാം ഞാൻ. അപ്പോൾ നമുക്ക് ഇനി നേരെ ഇന്റീരിയറിലേക്ക് കടക്കാം. അപ്പോൾ ഇന്റീരിയർക്ക് വരികയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ ആണ് നമുക്ക് ഇന്റീരിയർ വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയർ നമുക്ക് ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോംബോ ആണെങ്കിൽ നമുക്ക് ഇന്റീരിയർ വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ ആണെന്ന് പറയാം. അപ്പോൾ അതിന്റെ സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഒരു ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു കോംബോ കളർ കാണാൻ പറ്റും. അതേപോലെ തന്നെ പറഞ്ഞ സൗണ്ട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള സ്പീക്കർ മാറ്റിയിട്ടുണ്ട്. അതേപോലെ ട്യൂട്ടർ നമുക്ക് ആഡ് ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു പോർഷനൊക്കെ നമുക്ക് ഡോർ ഹാൻഡിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലോസിലായിട്ട് ചേഞ്ച് വരുത്തിയതാണ്. ബാക്കിയൊക്കെ സ്റ്റോക്കാണ്, പക്ക സ്റ്റോക്ക് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ സീറ്റ്സ് ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ കുഷനോട് കൂടിയിട്ടുള്ള ഒരു കംഫർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. സീറ്റൊക്കെ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റിന്റെ കാര്യം, സീറ്റ് ബെൽറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇത് ചെറിയൊരു മിസ്റ്റേക്കിലാണ് കിടക്കുന്നത്, ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ട്രെൻഡ് ആണല്ലോ, നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ ഈ ഒരു ബെൽറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് എംസ്പോർട്ടിന്റെ ആണ്, എംസ്പോർട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് സംഭവത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇഷ്ടം രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ, നമുക്ക് ഇഷ്ടം രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു ബെൽറ്റ്. അതേപോലെ നമുക്ക് ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആ ഒരു ഇന്റീരിയർ പക്കാ ഒരു സ്പോർട്ടി ഫീലാണ്. കാരണം വെച്ചാൽ ഈ സിവിക്കിന്റെ ആയാലും ഈ ജാസിന്റെ ആയാലും ഒക്കെ ഭയങ്കര സ്പോർട്ടിയാണെന്ന് പറയാം. ഈ സ്റ്റിയറിംഗ് വീൽ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. ഹോണ്ട സിവിക്കിൽ വരുന്ന സെയിം സ്റ്റിയറിംഗ് തന്നെയാണ് ഈ ജാസിലും വന്നിട്ടുള്ളത്, കാണാൻ പറ്റും. അപ്പോൾ അതിന്റെ സെന്റർ പാനലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ റെഡ് ആൻഡ് കളർ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഗിയർ നോബിന്റെ സെൻട്രലായിട്ട് നമുക്ക് ആ ഒരു ക്ലോത്ത് മാറ്റിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, റെക്സിനാക്കി മാറ്റിയിട്ടുണ്ട്. അതേമാതിരി ഗിയർ നോബ് നമുക്ക് സ്പാർക്കോന്റെ ഒരു ഗിയർ നോബാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് കടന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ വ്യൂ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ആ ഒരു ഹുഡ് നമുക്ക് ജസ്റ്റ് ഷോ പർപ്പസ് മാത്രമേ ഉള്ളൂ. റണ്ണിങ്ങിലെ സമയത്ത് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ അതുകൊണ്ട് പോരും. അതുകൊണ്ട് ജസ്റ്റ് അടച്ചിട്ട് നമുക്ക് വണ്ടി പോകാനുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആദ്യം ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്കൊരു 10 ഇഞ്ചോളം വരുന്ന ഒരു ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലായിട്ട് വരാൻ നമുക്ക് ഇവിടെ ഒരു കാർബൺ ഫൈബർ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കാൻ നമുക്ക് ഒരു ഗ്ലോസിലായിട്ട് ചേഞ്ച് വരുത്തിയതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ പറയാനുള്ളത്. പിന്നെ ഈ റൂഫ് കംപ്ലീറ്റ്ലി നമുക്ക് റെഡ് ആണ് വന്നിട്ടുള്ളത്. റൂഫ് കംപ്ലീറ്റ് നമുക്ക് റെഡ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പോന്റെ ഹൈലൈറ്റിംഗ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതാണ് 2010 മോഡൽ ഹോണ്ട ജാസ്, ഒരു ഫുള്ളി മോഡിഫൈഡ് ആയിട്ടുള്ള ഹോണ്ട ജാസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. പിന്നെ ഒരു കാര്യം എന്താണ്, ഇതിൻ്റെ ഓണേഴ്സിൻ്റെ Instagram ID കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു സ്ഥലം നമുക്ക് നല്ല കിടിലം വേണ്ടിയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.